വയനാട് അരപ്പറ്റയിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കളിക്കിടെ യുവാവിന് മർദ്ദനം. താഴെ അരപ്പറ്റ സ്വദേശി അനസ് ജിഹാദിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 10 പേർക്കെതിരെ മേപ്പാടി പോലീസ് കേസെടുത്തു. വയനാട്ടിൽ നിന്നും ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ്, വലിയ തരത്തിലുള്ള സംഘർഷം തന്നെയാണ് അവിടെ നടന്നത് എന്ന ദൃശ്യത്തിൽ നിന്നും വ്യക്തമാണ്. പോലീസ് ഏത് രീതിയിലാണ് ഇപ്പോൾ ഇവർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്? സ്വാതി, നിലവിൽ 10 പേർക്കെതിരെ മേപ്പാടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെയും പിന്നെ മറ്റ് 5 പേർക്കെതിരെ അടക്കം 15 പേർക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ഞായറാഴ്ചയായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഈ മലബാറിലടക്കം സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുകയാണ്. ഇത്തരത്തിൽ അതിന്റെ ഭാഗമായിട്ടാണ് വയനാട് മേപ്പാടി അരപ്പറ്റയിലും സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടന്നത്. ഈ മത്സരം പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ പുറത്തു നിന്ന്, അതായത് ഗ്യാലറിക്ക് പുറത്ത് ഒരു സംഘർഷം നടക്കുകയും ഈ സംഘർഷം ഫുട്ബോൾ കളിക്ക് ഗ്യാലറിയിലേക്ക് വരുന്നത് ഈ ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റി അംഗമായ അനസ് തടയുകയും ചെയ്തത്. ഇത് തടഞ്ഞത് ചോദ്യം ചെയ്തതാണ് ഈ ഒരു സംഘർഷത്തിന് കലാശിച്ചതെന്നാണ് ഇപ്പോൾ FIR അടക്കം പറയുന്നത്. ഈ സംഘർഷം ഗ്രൗണ്ടിന് പുറത്ത് മതി, ഗ്രൗണ്ടിലേക്ക് വരണ്ട എന്ന് അനസ് പറഞ്ഞു. അതിലുള്ള പ്രകോപനമാണ് ഈ യുവാക്കൾ ചേർന്ന് ഈ അനസിനെ മർദ്ദിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ക്രൂരമായ മർദ്ദനമാണ്. അനസിനെ ഒറ്റയ്ക്കിട്ട് മർദ്ദിക്കുക എന്നത് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. നമ്മളിപ്പോൾ സംഘാടകരോടും സംസാരിച്ചിരുന്നു. സംഘാടകരും പറഞ്ഞത് ഇത്തരത്തിൽ ഈ ഒരു മർദ്ദനം, അതായത് അക്രമം ഗ്രൗണ്ടിലേക്ക് വരരുത് എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അനസിനെ മർദ്ദിച്ചതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ അനസ് ഇപ്പോൾ ഡിസ്ചാർജ് ആയി ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ദേഹമാസകലം വലിയ രീതിയിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റുണ്ടെന്നാണ് ഇപ്പോൾ നമ്മോട് അറിയിക്കുന്ന ഒരു കാര്യം. ഈ മത്സരത്തിന് ഇടയ്ക്കാണ് ഇത് നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സംഘാടകർക്കാർക്കും ആ സമയത്ത് അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് അനസ് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടയിലാണ് തങ്ങളുടെ സംഘാടക കമ്മിറ്റി അംഗത്തിൽപ്പെട്ട ഒരാൾക്കാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റെന്ന് മനസ്സിലാക്കി സംഘാടകരടക്കം അവിടേക്ക് ഓടി ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയൊരു മർദ്ദനമാണ്. അതിൽ എന്തായാലും പോലീസ് ഇപ്പോൾ നടപടി എടുത്തിട്ടുണ്ട്. 5 പേർക്കെതിരെ പേര് പറഞ്ഞ് കേസെടുക്കുകയും 10 പേർക്കെതിരെ കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്വാതി. ശരി ആഷിഖ്.